ഗം ഗണപതിയേ നമഃ. യാ ദേവീ സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ ദേവീ മാഹാത്മ്യത്തെക്കുറിച്ച് അറിവുണ്ടാവും. ആ ഗ്രന്ഥം ഏറ്റവും പവിത്രമായി പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്നാണ്. 700 ശ്ലോകങ്ങളുള്ള ഒരു മഹനീയമായ ദേവിയെ സ്തുതിക്കുന്നതിന് ആധികാരികമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദേവീ മഹാത്മ്യം. ഇത് പണ്ട് അച്ചടിയൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഈ കയ്യെഴുത്ത് പ്രതിയായിട്ടും മറ്റൊക്കെ ഭാരതത്തിൽ അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഈ ഗ്രന്ഥമാണ് ദേവി ആരാധനക്കായി പ്രധാനമായും ഉപയോഗിച്ചു പോകുന്നത്. മറ്റൊരു ഗ്രന്ഥം ലളിതാ സഹസ്രനാമമാണ്. പക്ഷെ ഈ ഗ്രന്ഥത്തിനുള്ള പ്രാധാന്യം ഇത് കയ്യിൽ വെച്ചാൽ തന്നെ നമ്മൾക്ക് സംരക്ഷണം കിട്ടുമെന്നാണ് വിശ്വാസികളുടെ, ഭക്തന്മാരുടെ വിശ്വാസമാണ് ഞാൻ പറയുന്നത്. അതേപോലെ വാഹനത്തിൽ ചുവന്ന പട്ടിൽ ചുറ്റിവെച്ചാൽ വാഹനാപകടം ഉണ്ടാവില്ല എന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു. ഞാനൊക്കെ ഈ കഴിഞ്ഞ വർഷം ഈ കണ്ട കാലം മുഴുവൻ കാറിൻ്റെ അകത്ത് ഈ ഗ്രന്ഥം ഉണ്ടാവും. അതിൻ്റെ ചെറിയ പതിപ്പ് കിട്ടുമല്ലോ, അത് ചുവന്ന പട്ടിൽ ചുറ്റി വെക്കുകയാണ് ചെയ്യുക. ഏതായാലും ഇന്ന് വരെ കാര്യമായ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വണ്ടിയാവുമ്പം ചെറുങ്ങനെ തട്ടുമൊക്കെ ചെയ്യുമല്ലോ, അത് വേറെ. ഏതായാലും വാഹന സംബന്ധമായിട്ട് വലിയൊരു അപകടമൊന്നും എൻ്റെ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇതിലുള്ള മന്ത്രങ്ങളാണ്, ദേവി മഹാത്മ്യത്തിലുള്ള മന്ത്രങ്ങളാണ് മൂകാംബികയിൽ നടക്കുന്ന ഏറ്റവും പ്രധാന ചടങ്ങ്. ഇപ്പം 4 ദിവസം മുമ്പേ മോഹൻലാൽ അവിടെ വന്നിരുന്നല്ലോ. അദ്ദേഹവും ചെയ്തത് ചണ്ഡികാഹോമമാണ്. അത് നവചണ്ഡികാഹോമം, ശതചണ്ഡികാഹോമം, അങ്ങനെ 100 ചണ്ഡികാഹോമം ഒന്നിച്ച് ചെയ്യുക, 9 ചണ്ഡികാഹോമങ്ങൾ ഒരുമിച്ച് ചെയ്യുക, അങ്ങനെ പല ഏർപ്പാടും അവിടെയുണ്ട്. മോഹൻലാൽ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ചണ്ഡികാഹോമമാണ് ചെയ്തത്. അപ്പോൾ ഈ ചണ്ഡികാഹോമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ അത് ദേവി മഹാത്മ്യത്തിലെ മന്ത്രങ്ങളാണ്. മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും വർണ്ണിക്കുന്ന അല്ലെങ്കിൽ സ്തുതിക്കുന്ന മന്ത്രങ്ങളാണ് അവിടെ ഈ ചണ്ഡികാഹോമം നടത്തുമ്പോൾ ഉപയോഗിക്കുന്നത്. ഒരു കോൾ ഉണ്ട്, ശേഷത്തിലേക്ക് വരാം. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. 21/12/1998. സമയം പറയൂ. വൈകുന്നേരം 4:52. ആരുടേതാണ്? എന്റെ തന്നെയാ. ഉത്രാടം. അതെ. ഇപ്പം രാഹുദശയിൽ ശനിയുടെ അപഹാരമാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഇങ്ങോട്ട് അത്ര നല്ല അനുഭവങ്ങളല്ല ഉണ്ടാവുക.
2026 2 വർഷം കൂടി ഉണ്ട് താനും ഇനിയും. ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണ്. വളരെ ശ്രദ്ധാപൂർവം നീങ്ങേണ്ട കാലമാണ്. അതിൽ ഈ 24 വളരെ മോശമായിരിക്കും. 24 കഴിഞ്ഞാൽ കുറച്ചൊരു മാറ്റം വരും. എങ്കിലും 2 വർഷം തീരെ ഗുണകരമല്ല. എന്താണ് ഇപ്പോൾ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ അക്കൗണ്ടന്റ് ആയിട്ട്. ഓ, അക്കൗണ്ടന്റ്. അത് സ്വകാര്യ സ്ഥാപനത്തിലാണോ? പ്രൈവറ്റ് ഫേമല്ലേ? അതെ അതെ. അതൊക്കെ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. ഒരു നല്ല നിലയിലൊന്നും ആവണമെങ്കിൽ ഈ സമയം കഴിയണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നല്ല ജോലിയൊക്കെ ലഭിക്കുള്ളൂ. വിവാഹം നടന്നോ? ഇല്ല ഇല്ല. അതും ഇങ്ങനെ ആലോചനയൊക്കെ വരുന്നുണ്ടോ? എങ്ങനെ? ഇല്ല, ജോലിയെല്ലായിട്ട് നോക്കാന്നില്ലല്ലോ. അതിപ്പോ അങ്ങനെ ആർക്കും വലിയ തിരക്കൊന്നുമില്ലല്ലോ അല്ലേ. ഇപ്പം ഉള്ള ഈ സമയത്തിന്റെ ദോഷം കുറച്ച് കഠിനമാണ്. അത് പ്രത്യേകിച്ച് 2 വീലർ ഉപയോഗിക്കുന്നുണ്ടോ? സ്കൂട്ടി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അത് പിന്നെ കാരണം അങ്ങനെയുള്ളൊരു സമയമാണ്. ഭയപ്പെടുത്തുന്നതൊന്നും അല്ല. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. സമയത്തിൻ്റെ മോശമുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിനൊക്കെ പരിഹാരങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ അതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം. ഇത്രയും സമയദോഷം ഉണ്ടാകുമ്പോൾ അതിന് ലേശൊരു കാഠിന്യം കുറക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ബന്ധപ്പെട്ട് നേരിട്ട് വരിക. അപ്പം ഭാഗ്യത്തിൻ്റെ ഒരു കുറവും കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ജോലി ലഭിക്കുന്ന കാര്യത്തിലൊക്കെ ഭാഗ്യത്തിൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഇവിടെ. എല്ലാത്തിനും ഭാഗ്യം വേണമല്ലോ. ദൈവാനുഗ്രഹമുള്ളവളാണ്, ഭാഗ്യക്കുറവാണ് കാണുന്നത്. ജോലി ലഭിക്കാനുള്ള യോഗമെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഭാഗ്യക്കുറവുണ്ടാകുമ്പോൾ ഈ ബാങ്ക് ടെസ്റ്റ് ചെയ്തു അല്ലെ PSC എഴുതി കഴിഞ്ഞാലും ചെറിയ വ്യത്യാസത്തിനങ്ങോട്ട് അങ്ങനെയില്ലേ. 100 ആളെ വിളിച്ച് നമ്മളെ റാങ്ക് 101 പോയാലും അങ്ങനെ പോയില്ലേ. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമെന്നാണ് ഈ ഭാഗ്യക്കുറവിന്. അതിനൊക്കെ പരിഹാരം ചെയ്യുന്നത് നല്ലതാണ്. അത്തരത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ പിന്നെ എന്താണ് 700 മന്ത്രങ്ങളുള്ള ഭഗവത്ഗീതയാവട്ടെ, അല്ലെങ്കിൽ പിന്നെ മനുസ്മൃതിയാവട്ടെ, ഇങ്ങനെ വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അർത്ഥശാസ്ത്രം, ഇതൊക്കെ 700 പിന്നെ മന്ത്രങ്ങളുള്ള പിന്നെ അല്ലെങ്കിൽ ശ്ലോകങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ്. പക്ഷെ അതിനൊന്നും ഈ ദേവി മഹാത്മ്യം പോലെ പ്രാധാന്യം കൈവന്നില്ല. അതാണ് ദേവി മഹാത്മ്യത്തിന് കാരണം. ഈ ഭാരതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആരാധിക്കപ്പെടുന്നത് ദേവിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലും അതിന് ഗുരുവായൂരപ്പനും അയ്യപ്പനൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലും ദേവി തന്നെയാണ്, പ്രത്യേകിച്ചിട്ടും നമ്മുടെ കാളി സങ്കല്പം. അപ്പോൾ ഈ ദേവിയെ ആരാധിക്കുന്നതിന് ഇതിൻ്റെ പിന്നെ മൂകാംബികയിലാണല്ലോ ഈ പൊതുവെ ഈ നമ്മുടെ ദേവീ സംബന്ധമായ പിന്നെ എല്ലാ തരത്തിലുള്ള കഥകളുടെയും പൂർണ്ണത നമുക്ക് മൂകാംബികയിലാണ് കാണാൻ സാധിക്കുക. അത് കൊടജാദ്രി മുതൽ ഗ്രന്ഥത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും, ദേവ്യാസുരനെ വധിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ശരിയായ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നത് മൂകാംബികയിൽ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, ദേവി കുളിച്ച ഒരു കുളം എന്ന് പറയുന്നത് അത് അരസിന കുണ്ട് എന്നാണ്. ആ വെള്ളത്തിന് മഞ്ഞ നിറമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയാൽ അത് കാണാൻ പറ്റും. കൊടജാദ്രിയിൽ പോകുന്ന വഴിയിൽ ലേശമൊന്ന് മാറി
നടന്നാൽ ആ അലസിനെ കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ആ വെള്ളത്തിന് മാത്രം എന്താണ് മഞ്ഞ നിറമെന്ന് ചോദിച്ചാൽ അതിനാർക്കും വിശദീകരണമൊന്നും തരാൻ പറ്റുന്നില്ല. അതങ്ങനെയാണ് പണ്ട് മുതൽ അങ്ങനെയാണ് അവർ പറയുക. ബാക്കി പല സ്ഥലത്തും പിന്നെ പല കിണർ കുഴിച്ച് കഴിഞ്ഞാൽ ചളിവെള്ളം കാണാം, മറ്റു പലതും കാണാം. ചില വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. പക്ഷെ ഈ കുണ്ടിലെ വെള്ളം മാത്രം മഞ്ഞ നിറം, അതിന് വിശദീകരണം തരാൻ ആർക്കും ഒട്ട് പറ്റുന്നുമില്ല. അതേപോലെയുള്ള പലതരത്തിലുള്ള തീർത്ഥങ്ങളും ഈ മൂകാംബികയിലുണ്ട്. അത് ആ റൂട്ടിലാണ് നമ്മുടെ മോഹൻലാൽ 4 ദിവസം മുമ്പേ നടന്നു പോയത്. ആ റൂട്ടിൽ അങ്ങനെ ആരും അധികം സഞ്ചരിക്കാറില്ല. അത് കൊടജാദ്രിയിൽ പോകുന്നവരെ ഇനി ശ്രദ്ധിച്ചാൽ പക്ഷെ കുറച്ച് റിസ്ക്കാണ്. പ്രായമുള്ളവരെല്ലാം അതിന് നിൽക്കരുത്. ചെറുപ്പക്കാർക്ക് ഇതെല്ലാം ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. മോഹൻലാലിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് വലതുവശത്തൂടെ കയറുക. നമ്മൾ ഈ കൊടജാദ്രി എത്തി വണ്ടിയിൽ നിന്നും നമ്മൾ ഇറങ്ങി അവിടെ 2-3 ക്ഷേത്രങ്ങളും ഒരു കുളവും ഒക്കെ കാണാം. അവിടുന്ന് നമ്മൾ ഇടത്ത് വശത്തുള്ള വഴിയിലാണ് നമ്മൾ സാധാരണ ഭക്തന്മാർ സഞ്ചരിക്കുക മേലെ കൊടജാദ്രിയിൽ പോകാൻ. അത് ഭക്തന്മാരല്ലാതെ പ്രകൃതി സ്നേഹികളും പോകുന്നുണ്ട്. എത്രയോ യുക്തിവാദികളും ഈ കൊടജാദ്രി മല കയറാൻ പോകുന്നുണ്ട്. കാരണം പ്രകൃതി മാതാവ് അത്രമാത്രം മനോഹരിയായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇടതുവശം അമ്പാവനും, നമ്മൾ ഒറ്റയടിപ്പാതയിലൂടെ നമ്മൾ നടന്ന് കയറുന്നു. കൊടജാദ്രി മല കയറി കഴിഞ്ഞ് ശങ്കരപീഠത്തിലെത്തുമ്പോൾ കിട്ടുന്ന അവാച്യമായ ആനന്ദം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്, വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത് ഭക്തനല്ലാത്തവനും അത് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് യുക്തിവാദികൾ അവിടെ പോകുന്നുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം. ഒരു കോളുണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂർ. പറയൂ. 30/9/2003. ഹലോ. ആ, കേൾക്കുന്നുണ്ട്. ആ, സമയം പറയൂ. 30/9/2012 ആരുടേതാണെന്നും കൂടി പറയൂ. മകളെ എന്താണ് മകളെ കുറിച്ച്? ജോലി, സിവിൽ എഞ്ചിനീയർ പഠിച്ച് ജോലിയും കല്യാണം. ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. ഇപ്പം കല്യാണത്തിന്റെ സമയം തന്നെയാണ്. ഗവൺമെന്റ് ജോലി 10 സൂര്യനല്ലേ നിൽക്കുന്നത്. 10 സൂര്യൻ നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയല്ലേ? എവിടെ കിട്ടി? കണ്ണൂർ. ആ, ശരി, ഓക്കെ. സ്ഥിരമായിട്ട് ജോലി 10 സൂര്യൻ നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലി കിട്ടാൻ കൂടുതൽ എളുപ്പമാണെന്നാണ്. പിന്നെ ഇവിടെ ബുധന്റെ ദശയുമല്ലേ, നല്ല വ്യാഴവുമായിട്ട് യോഗം ചെയ്ത ബുധനാണ്. കല്യാണ സംബന്ധമായിട്ടാണ് ദോഷം കാണുന്നത്. ശുക്രൻ നെയ്യത്തിലാണ്, 7ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. ഇതൊക്കെ വിവാഹ സംബന്ധമായ തടസ്സങ്ങളെയും ദോഷങ്ങളെയും കാണിക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ കുറേയും കൂടി ജോലി സംബന്ധമായിട്ട് കുറേയും കൂടി നല്ല നിലയിലാണ് കാണുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം ഉണ്ടായാൽ ദൈവാനുഗ്രഹം ഉണ്ടാവുമല്ലോ. 9ൽ വ്യാഴം നിൽക്കുകയാണ്. ദശ നടക്കുന്നത് ബുധന്റെ ദശ. ബുധന്റെ ദശയിൽ രാഹുവിന്റെ അപഹാരമാണ് ഇപ്പൊ നടക്കുന്നത്. അത് താൽക്കാലികമായിട്ടുള്ളതല്ലേ. അത് 25 8ാം മാസം വരെയുണ്ട്. അതൊന്നും അത്ര ഈ ബുധന്റെ ദശ ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്ത ബുധനായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ദശ, അതുകൊണ്ടാണ് ഇപ്പം പിന്നെ പഠിച്ചിറങ്ങുമ്പോഴേക്കും ജോലിയൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ദശയുടെ ഗുണം തന്നെയാണ്. സർപ്പത്തിന്റെ അപഹാരമൊന്നും ബാധിച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ.
ആ 23 മുതൽ സർപ്പത്തിൻ്റെ അപഹാരമാണ്. പക്ഷെ അതൊന്നും കുട്ടിയെ ബാധിച്ചിട്ടില്ല. ദശയുടെ ഗുണം തന്നെയാണ് അനുഭവിക്കുന്നത്. ആ ആ അങ്ങനെ വരുമ്പോൾ ഈ പിന്നെ ജാതകത്തിലെ യോഗവും 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നവർക്ക് സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുമെന്നുള്ള ഫലം. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ. ആ ആ അപ്പോൾ അത് സംഭവിച്ച് ഇനിയും അത് ഉറച്ചു കിട്ടും. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ വിവാഹ സംബന്ധമായിട്ട് വളരെയേറെ ദോഷങ്ങൾ കാണുന്നുണ്ട്. ആ ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറയണം. അതിപ്പോഴേ വ്രതമൊക്കെ എടുക്കുന്നതൊക്കെ നല്ലതാണ്. ആ മറ്റ് അത്തരം താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ പറയുക. ഓക്കെ ആ ശരി. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ദേവിയുടെ ഈ അവിടെ ഈ മൂകാംബികയിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് മൂകാംബികയെക്കുറിച്ചിട്ട് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഇരുന്നിട്ട് പറയുകയാണല്ലോ. എത്ര ഇവിടെ ഇരിക്കാൻ തുടങ്ങി 15 വർഷത്തോളമായല്ലോ. അപ്പോൾ 15 കൊല്ലമായിട്ട് ഈ അമ്മയെക്കുറിച്ച് അതിനു മുമ്പ് 8 കൊല്ലം മറ്റുള്ള ടി വികളിൽ ഇരുന്നിട്ടും പറഞ്ഞത് അമ്മയെക്കുറിച്ച് തന്നെയാണ്. ദേവി എവിടെ ഏത് ദേവിയെക്കുറിച്ച് പറഞ്ഞാൽ അവസാനം എനിക്ക് മൂകാംബിക അമ്മയിൽ എത്തിച്ചേരും. അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അവിടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും അവിടെ നടക്കുന്ന കർമ്മം ചണ്ഡികാഹോമമാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം 4-5 വർഷം കഴിഞ്ഞാൽ മാത്രമേ ബുക്ക് ചെയ്താൽ 6-7 വർഷം വരെയൊക്കെ ഇതുണ്ട്, കാലതാമസം വരും. പിന്നെ അവിടെയുള്ള ചില ആൾക്കാരെ പിടിച്ചിട്ട് VIP കോട്ടയിൽ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഞാനൊക്കെ അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അവിടെയുള്ള തന്ത്രിയൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ പ്രധാനികളെ നമ്മൾ സ്വാധീനിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ VIP കോട്ട എന്ന് പറയുന്നത്. അതിന് കുറച്ച് ചിലവ് കൂടുതലാണ്. അപ്പോൾ സാധാരണ ഭക്തന്മാർ ഇങ്ങനെ ബുക്ക് ചെയ്താൽ 5-6 വർഷം കൊണ്ട് അവർക്കത് കിട്ടും. ആ ചണ്ഡികാഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ഈ ദേവി മഹാത്മ്യത്തിലുള്ള മന്ത്രങ്ങളാണ്. അതിലേതാണ്ട് 21 നമസ്കാരം വരുന്നുണ്ട്. ആ നമസ്കാരം ചണ്ഡികാഹോമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ആ മന്ത്രങ്ങൾ ഉൾപ്പെടുന്നത് 11-ാം അധ്യായത്തിലാണ്. കാരണം ആ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ അതാണ് നാരായണീ സ്തുതി എന്ന് പറയുന്നത്. ഭക്തൻ നമസ്കരിച്ചുകൊണ്ട്, അതായത് അവിടെയുള്ള പൂജാരിമാർ ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് അഗ്നിയിലേക്ക് പായസവും മറ്റൊക്കെ ഹോമിക്കുമ്പോൾ അവർ നമ്മളോട് നമസ്കരിക്കാൻ ആവശ്യപ്പെടും. ആ നമസ്കാരം ആ ചടങ്ങിൻ്റെ ഭാഗമാണ്. എല്ലാം ആചാരം, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള വിധികളും ആചാരങ്ങളുമുണ്ട്. അതിൽ പെട്ടതാണത്. അത് ആരോഗ്യമുള്ളവർ ചെയ്തു കൊള്ളണം. ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം 21 പ്രാവശ്യം തല ഭൂമിയിലേക്ക് മുട്ടിച്ച് നേരെ നിൽക്കണമെങ്കിൽ അതിന് പറ്റിയ ആരോഗ്യം വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. ഇപ്പം എൻ്റെ ഭവനത്തിൽ തന്നെ എത്രയോ തവണ ചണ്ഡികാഹോമം നടത്തി. അവിടെയും ഞാൻ പിന്നെ 100 കണക്കിന് ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. അപ്പോഴും ഞാൻ പറയും, ഒരു കാരണവശാൽ ആരോഗ്യമില്ലാത്തവർ നമസ്കരിക്കാൻ നിൽക്കണ്ട, നടുവിന് പ്രശ്നമുള്ളവരും നിൽക്കണ്ട, അല്ലാത്തവർ പൂർണ്ണ ആരോഗ്യവാന്മാരായ ആളുകൾക്ക് എൻ്റെ കൂടെ നമസ്കരിക്കാമെന്ന് പറയും. അത് ആ കർമ്മമൊക്കെ ചെയ്തവർക്കറിയാം എന്താണ് അതിൻ്റെ അത്ഭുതകരമായ സ്വാധീനം, അല്ലെങ്കിൽ നമ്മളിൽ അത് ചെലുത്തുന്ന പോസിറ്റീവ് എനർജി. നമ്മുടെ ദൈവിക കർമ്മങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് നിറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ക്ഷേത്ര ദർശന സമയത്തും വിധിപ്രകാരം ക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭവനത്തിൽ ഗണപതി ഹോമമോ സുദർശന ഹോമമോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനലായ ആളാണെങ്കിൽ അത് നടക്കുന്നതും അത് തന്നെയാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ.
ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പാപ്പനശ്ശേരിയാണ്. പാപ്പിരിശ്ശേരി. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1991 മാസം? ജൂൺ 21 2:35 PM. ചിത്തിര നക്ഷത്രം. അതെ. ആരുടേതാണ്? മോളതാണ്. എന്താണ് മോളെ കുറിച്ച്? അത് കല്യാണം കഴിഞ്ഞിട്ട് വർഷമായി, കിട്ടണമെന്നില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 9 വർഷമായി. അപ്പോൾ 33 വയസ്സിപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി 9 വർഷമായി വ്യാഴദശ നടക്കുന്നു, എന്നിട്ടും കുട്ടികളായില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാതകപ്രകാരം അത്ര വലിയ കുഴപ്പം കാണുന്നില്ല. പക്ഷേ 2 ജാതകവും കൃത്യമായി പരിശോധിച്ച് അതിന് വേണ്ട ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അതിന് മാറ്റമുണ്ടാവും. കാരണം ഇനി താമസിക്കുന്നത് അത്ര നല്ലതല്ല. കാരണം വ്യാഴദശ നടക്കുന്ന വ്യക്തിക്ക് അതും ഉച്ചത്തിലുള്ള വ്യാഴം ആണ്. അപ്പോൾ ആ വ്യാഴത്തിൻ്റെ ദശയിലും ഇനിയും 9 വർഷമായിട്ട് കുട്ടികളെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ച് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് അല്ലാതെ ഇനി പറച്ചലിന് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി കർമ്മം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ദോഷശമനം വരുത്തുന്ന കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ വിധിപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് മാറ്റവും വരും. എത്രയോ അനുഭവമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നല്ലല്ലോ ഞങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കത്, അവൾക്കും അവളുടെ ഭർത്താവിനൊക്കെ അതിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ബന്ധപ്പെടാം, പരിഹാരങ്ങൾ ചെയ്യാം. വന്നിനായിരുന്നു. എപ്പോഴും വന്നു? കുറച്ച് 2-3 വർഷമായി. അന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അങ്ങനെ ചെയ്യാനില്ല. വന്നു പോയി ഉണ്ടാവാം. ഞാൻ പറയുന്ന ദൈവിക കർമ്മമായിട്ട് ബന്ധപ്പെട്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതില്ലല്ലോ. അത് ഞാൻ പറഞ്ഞു കാണുമല്ലോ അന്ന് വന്നെങ്കിൽ. അപ്പോൾ അതൊന്നും അവരനുസരിച്ചില്ല. ഇപ്പോഴും അവരങ്ങനെ തന്നെ. അതല്ലേ സത്യം. അപ്പോൾ നിങ്ങൾ അവരോട് അന്ന് എന്താണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു നോക്കൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട്. അന്നവർ വന്നു, ശരിയായിരിക്കാം. എന്നെ വന്ന് കണ്ടതിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ. എൻ്റെ ദേവിയുടെ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുകയല്ലേ വേണ്ടത്. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു കാണും. അവരത് അനുസരിച്ച് ഉണ്ടാവില്ല. പൂജയിലെല്ലാം പങ്കെടുത്തിരുന്നു. പൂജയിലെല്ലാം പങ്കെടുത്തിരുന്നു. പൂജയിൽ പിന്നെ പങ്കെടുത്തിട്ട് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് എന്നോടൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്? പൂജയിൽ പങ്കെടുത്തെങ്കിൽ എന്നോട് പിന്നെ പറയണ്ടേ? ഞാൻ അങ്ങനെ പറയാറുണ്ടല്ലോ. എന്താണ് സംഭവം? പിന്നെ വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അത് ചെയ്തില്ലേ? അതൊന്നും ചെയ്തില്ല. അല്ല, ഞാൻ പറയുന്ന മുഴുവൻ പരിഹാരങ്ങളും അവർ പൂർണ്ണമായും അനുസരിച്ചോ? അതാണ് എൻ്റെ ചോദ്യം. എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നും എനിക്കതിപ്പോൾ അറിയില്ലല്ലോ. നിങ്ങൾ അവരോട് ഒന്നുകിൽ എന്നെ ഒന്ന് നേരിട്ട് വിളിക്കാൻ വേണ്ടി പറയൂ. എന്താണ് എന്നിട്ട് സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാനൊന്ന് എനിക്കിപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നതല്ലേ, അങ്ങനെ ഓർമ്മയുണ്ടാവില്ലല്ലോ. ഇപ്പോൾ അവരെ പേരൊന്നും ഇവിടെ പറയാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അവരോടൊന്ന് തന്നെ വിളിച്ച്, പിന്നെ കൊറോണയ്ക്ക് മുമ്പാണ് വന്നതെങ്കിൽ എപ്പോഴാണെന്നുള്ളതെല്ലാം ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കൂ. എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തുകൊണ്ടാണ് അവർ ഏത് പരിഹാരമാണ് ചെയ്യാതിരുന്നത്? അതേപോലെ ഞാൻ ചില ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെയൊക്കെ പോയോ? ഞാൻ കുറേ മന്ത്രങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ ജപിക്കുന്നുണ്ടോ? ഒന്നും അറിയില്ലല്ലോ. പിന്നെ തിരുവോണവ്രതം അനുഷ്ഠിക്കാൻ എന്തായാലും പറയും. അതനുഷ്ഠിച്ചോ? അതിൽ ബാലപ്രീതി വരുത്തിയോ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊന്നും അവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് എന്നെ ബന്ധപ്പെട്ടേ ഇല്ലല്ലോ. അപ്പോൾ സാധാരണ ഞാൻ പറയാറുണ്ടല്ലോ, ഇതിൻ്റെ എന്താ പറയുക, ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെക്കപ്പൊക്കെ ഇല്ലേ, അതേപോലെ
നമ്മളെ പരിഹാരത്തിന് ചില അതിൻ്റെ ഫോളോ അപ്പ് ഉണ്ട്. ആ ഫോളോ അപ്പ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നും തന്നെ പിന്നീട് ബന്ധപ്പെടാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ആ 4 കൊല്ലം മുമ്പേ വന്നെങ്കിൽ ഏതായാലും ഒന്നുകൂടി വിളിച്ച് ബന്ധപ്പെടാൻ പറയും. എന്നിട്ട് പിന്നീട് നമുക്ക് അതിനെക്കുറിച്ച് തീരുമാനമെടുക്കാം. ഓക്കെ, ശരി, പറയാം. ജോലി ചെയ്യാൻ കാര്യമായിട്ട് ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? താൽക്കാലികം ചെയ്തതാണ്. ആ, അല്ല, ജോലി 10 വ്യാഴം ഉണ്ടാകുമ്പോൾ ഇപ്പം ജോലി ശരിയാവണം എന്നാണ് ഫലം. താൽക്കാലികം എന്ന് പറഞ്ഞാൽ ടീച്ചറായിട്ടാണോ? അല്ല, ഒരു ഗസ്റ്റായിട്ട്. ആ, ഗസ്റ്റ്, അതെ, ടീച്ചറായിട്ടല്ലേ, ഗസ്റ്റ് ലെക്ചറായിട്ടല്ലേ പോകുന്നത്? അതെ. ആ, അല്ല, അതിവിടെ കാണുന്നുണ്ട്. അത് സ്ഥിരപ്പെട്ട് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. PSC ഒക്കെ ശരിയായി കിട്ടുമെന്ന് കാണുന്നു. നമ്മളെ മുമ്പിൽ ഇപ്പോൾ അതല്ലല്ലോ വിഷയം. ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് അവരോട് സംസാരിക്കുക, എന്നിട്ട് എന്നെ ബന്ധപ്പെടാൻ പറയുക. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ദേവി മാഹാത്മ്യത്തിൻ്റെ ഇത് പറഞ്ഞു, അതിൽ 2-ാം അധ്യായത്തിനും അല്ലെങ്കിൽ 4-ാം അധ്യായം, 5-ാം അധ്യായം, 11-ാം അധ്യായം, ഇതിനൊക്കെ അത്യധികം പ്രാധാന്യമുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത് 11-ാം അധ്യായത്തിനാണ്. കാരണം അതിലാണ് ഈ നാരായണീ സ്തുതി വരുന്നത്. ഒരു വ്യക്തി ദേവി മഹാത്മ്യം മുഴുവൻ ചൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിനുള്ള സമയമില്ലാത്തവർക്ക് 7 മന്ത്രങ്ങൾ, ദേവി മഹാത്മ്യത്തിലുള്ള 7 മന്ത്രങ്ങൾ ചൊല്ലിയാൽ തന്നെ അതിൻ്റെ, അതായത് ഏതെങ്കിലും കാരണവശാൽ ദേവി മഹാത്മ്യം നിരന്തരമായിട്ട് പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അതിന് സാധിക്കാതെ വന്നാൽ അതീവ ശ്രേഷ്ഠമായ 7 മന്ത്രങ്ങൾ ചൊല്ലിയാൽ തൽക്കാലം അതിന് ശമനമാവും, അത് മുത്തം ചൊല്ലിയ പോലെ ആവും എന്നൊരു വർത്തമാനമുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, അതിനെ ഒരു ഗുളിക രൂപത്തിലാക്കി എടുക്കുന്ന പരിപാടിയാണ്. എന്നാൽ അതിൻ്റെ എല്ലാ സത്തയും ഈ 7 മന്ത്രങ്ങളിലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ 7 മന്ത്രങ്ങളിൽ 5 മന്ത്രങ്ങൾ കിടക്കുന്നത് ഈ 11-ാം അധ്യായത്തിനാണ്. അതിൽ തന്നെ രത്നസമാനമായ ദേവി വിഷയത്തിലെ ഏറ്റവും വലിയ മന്ത്രമായ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള ഈ മന്ത്രത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള പാരായണ നിമിത്തം തന്നെ, അല്ലെങ്കിൽ ആ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുന്നത് തന്നെ വ്യക്തിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് കൊണ്ട് തന്നെ അപ്പം ഈ മന്ത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ 11-ാം അധ്യായത്തിൽ ഈ 5 എണ്ണം ഇതിലാണ്. ഒന്ന്, ജ്ഞാനിനാമഭിജേതാം ശ്രീദേവി ഭഗവതി ഹി സാ ബലാത് ആകർഷ്യമോഹായ മഹാമായ പ്രയച്ഛതി എന്നുള്ള ഒരു മന്ത്രം. രണ്ടാമത്തത്, ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തു സ്വസ്ഥൈ സ്മൃത മതിമതീവ ശുഭാദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണി കാതുന്യാ സർവോപകാരകരനായ സദാർദ്രജിത്ത. അത് 2-ാമത്തെ മന്ത്രം. മൂന്നാമത്, സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. 3-ാമത്തേതായി, ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. 4-ാമത്തേതായി, സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. 5-ാമത്തേതായി, രോഗാനശേഷാൻ അപഹംസി തുഷ്ട രുഷ്ടാതുകാമാൻ സകലാനഭീഷ്ടാൻ
ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാമാശ്രയതാം പ്രയാന്തി. 6ാമത്തെ മന്ത്രം. 7ാമത്തേത് സർവബാധാപ്രശമനം ത്രൈലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യമസ്മത് വൈരിവിനാശനം. ഈ 7 മന്ത്രങ്ങളാണ് ഈ പ്രധാനപ്പെട്ട മന്ത്രങ്ങളായിട്ട് പറയപ്പെടുന്നത്. ഈ 5ാമത്തെ ആ 7 മന്ത്രങ്ങളിൽ 5 മന്ത്രങ്ങൾ 11ാം അധ്യായത്തിലാണ്. അതാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാന മന്ത്രമായ സർവമംഗള കിടക്കുന്നതും 11ാം അധ്യായത്തിലാണ്. ഈ രോഗശമനത്തിനും മറ്റൊക്കെ ഇതിൽ ഞാൻ ചൊല്ലി 6ാമത്തെ മന്ത്രം രോഗാനശേഷാനപഹംസിതുഷ്ടായ എന്നുള്ള, അത് ശൈവ വൈഷ്ണവ ശാക്തേയം എന്ന് പറയും. 3 തരത്തിൽ. ശൈവം ശിവനെ സംബന്ധിച്ച്, വൈഷ്ണവം വിഷ്ണുവിനെ സംബന്ധിച്ച്, ശാക്തേയം ദേവിയെ സംബന്ധിച്ച്. ഇതിൽ ശൈവത്തിൽ പെട്ടതാണ് മൃത്യുഞ്ജയ മന്ത്രം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമൂവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത് എന്നുള്ള മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരായേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ എന്നുള്ള ധന്വന്തരി മന്ത്രം വൈഷ്ണവമാണ്. രോഗാനശേഷാനപഹംസിതുഷ്ടാരുഷ്ടാതുകാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിമന്നരാണാം ത്വാമാശ്രിതാമാശ്രയതാം പ്രയാന്തി. ഇത് ശാക്തേയത്തിൻ്റെ മന്ത്രമാണ്. രോഗം ശമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 മന്ത്രങ്ങൾ എഴുതി കൊടുക്കാറുണ്ട്. ഒരേ വ്യക്തിക്ക് തന്നെ 3 തരത്തിലും ആവട്ടെ. നല്ല രോഗം കടുപ്പത്തിലുള്ള ആൾക്ക് ഇതൊക്കെ ജപിക്കുന്നതൊക്കെ ഭയങ്കരമായ മാറ്റമുണ്ടാക്കും. അനുഭവമുണ്ട്. 100 കണക്കിന് പേരോട് നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൽ 90 ആളും അത് ഓക്കെ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ധൈര്യത്തിൽ പറയാലോ. 10 ആൾ പിന്നെ എന്തായാലും അത്തരം മുജ്ജന്മദോഷങ്ങളും ഈ ജന്മത്തിലും കട്ട പാവം ചെയ്തിട്ടുണ്ടാവും. ദ്രോഹിക്കൽ തന്നെയായിരിക്കും പണി. ഇനി ഏത് മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. അത്തരം ആളോട് പിന്നെ കുറച്ചു കാലം ജയിച്ചിട്ടും അവന് ഒരു രക്ഷയില്ലെങ്കിൽ എനിക്ക് ജയിക്കേണ്ടതെന്ന് പറയാറുണ്ട്. ഇത് ഇവൻ എന്ത് ജപിച്ചാലും ഇവനെ വിടുന്ന പ്രശ്നമില്ല. അത് അത്തരം ആളുകൾ ജയിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിൽ നന്മയും ഇത്തിരി കൊന്നപ്പൂവെന്ന് പറയുന്നില്ലേ, അതേപോലെ കൊന്നപ്പൂവൊന്നും സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ച് നന്മ സൂക്ഷിക്കണം. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, എവിടെ തന്നെ വിളിക്കുന്നത്? ഇത് പയ്യന്നൂരുണ്ട്. പയ്യന്നൂർ. പറയൂ, ഡേറ്റ് പറയൂ. എന്റെ മോളെ വിവരം അറിയാൻ വേണ്ടിട്ടാണ്. ആവട്ടെ മാഡം, നിങ്ങൾ പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 2004 3:45 ഏപ്രിൽ 1. സമയം 3:45 അല്ലേ? 3:45. ഓക്കെ. ആയില്യ നക്ഷത്രം. ആയില്യം. എന്താണ് മകളെ കുറിച്ച് പഠിപ്പിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിട്ടാ. ഇപ്പൊ ഏതാ കോഴ്സ് ചെയ്യുന്നത്? ഇപ്പം നീറ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഓക്കെ. ധർമ്മകർമാധിപ രാജയോഗത്തിന്റെ പൂർണ്ണതയുള്ള ജാതകമാണ്. അപ്പോൾ വലിയ രാജകീയമായ ലെവലിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നു. 25 2-ാം മാസത്തിന് ശേഷമാണ് ഏറ്റവും നല്ല കാലം തുടങ്ങുക. 25 2-ാം മാസത്തിന് ശേഷമാണ് ഏറ്റവും അനുകൂലമായ സമയമാണ്. ആരോഗ്യം
വേണ്ടത്ര പോരാ, അത് ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ കണ്ണ് സംബന്ധമായിട്ട് അങ്ങനെ എരിച്ചലും അതേപോലെ വായിക്കുമ്പം പ്രശ്നങ്ങളൊക്കെ വരാം. അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് നല്ലോണം ശ്രദ്ധിക്കാൻ പറയണം അവളോട് ആ വിഷയം. പറയാം. ഇപ്പം ശരീരത്തിന് പുഷ്ടിയൊക്കെ ഉണ്ടോ? ആ, ഉണ്ട്. ആ, അത് നിലനിർത്താനും ഈ ജാതകപ്രകാരം കുറച്ച് പ്രയാസമുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട്. അതിന് ഇപ്പം മെഡിസിൻ ആണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഉദ്ദേശിക്കാത്ത സമയത്ത് ഈ ജാതകാലുള്ള യോഗമായതുകൊണ്ട് ഹെൽത്ത് സംബന്ധമായിട്ട് ഇഷ്യൂ വരുമെന്നാണ് കാണുന്നത്. അതുകൊണ്ട് അതിനു വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം. അപ്പോൾ അത് നിങ്ങളൊന്ന് സൂചിപ്പിച്ചേക്കൂ. ഈ മറ്റേ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഇപ്പം ദശ അനുകൂലമാണ്. പിന്നെ ഇനി വരാനുള്ളതാണെങ്കിൽ വ്യാഴത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ 25 2-ാം മാസത്തിന് ശേഷമുള്ള അനുകൂല സമയത്തിൽ ആ കുട്ടിക്ക് നല്ല നിലയിലായിത്തീരാൻ സാധിക്കുമെന്ന് തന്നെ പറയാം. രാജയോഗം പൂർണ്ണതയുള്ള ഒരു ജാതകമാണിത്. ഇത്തരം കോഴ്സിനൊക്കെ അതൊരു പ്രധാന ഘടകമായിട്ട് കാണാറുണ്ട്. രാജയോഗം അത് പ്രധാനമാണ്. ഈ മെഡിസിനൊക്കെ പഠിച്ച് നല്ല ഡോക്ടറൊക്കെ ആയിട്ട് നല്ല ലെവലിൽ വരുമ്പോൾ രാജയോഗം വരുമല്ലോ. അതിപ്പോൾ നേഴ്സിനെ കൊണ്ട് നേഴ്സിനും പൈസ കൊണ്ട് രാജയോഗം വരും, ജർമ്മനിയിലൊക്കെ പോയിട്ട് വലിയ ശമ്പളമൊക്കെ മേടിച്ചിട്ട്. എങ്കിലും ഡോക്ടറെ കാണല്ലോ ഉറപ്പായിട്ടും രാജയോഗം പറയാൻ പറ്റുക. അതുകൊണ്ട് ആ രാജയോഗം പൂർത്തീകരിക്കട്ടെ, അത് സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന ചില ഘടകങ്ങൾ നെഗറ്റീവായിട്ടുമുണ്ട്. അത് പരിഹരിക്കുന്നത് നന്നായിരിക്കുമെന്ന് അവരോട് പറയുക. അതിനൊക്കെയുള്ള അല്ല, പരിഹാരങ്ങൾ നിങ്ങൾ അവർ വിളിച്ച് നേരിട്ട് ബന്ധപ്പെടുകയാണ് വേണ്ടത്. അത് ഞാൻ തന്നെയാണല്ലോ അതിൻ്റെ ചെയ്യുന്ന ആള്. അപ്പോൾ അത് നിങ്ങൾ അവരോട് സംസാരിച്ചിട്ട് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം പരിഹാരങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള മന്ത്രജപവും വ്രതാനുഷ്ഠാനങ്ങളും രത്നധാരണവും ഒക്കെ ഗ്രഹങ്ങളുടെ പിഴവിനെ പരിഹരിക്കുന്ന ഘടകങ്ങളാണ്. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഞാനൊക്കെ പ്രത്യേകിച്ചിട്ടും ശാസ്ത്രത്തിലുള്ള കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിങ്ങനെ ആളുകളെ എന്താ പറയുക ഒരുമാതിരി ആക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇപ്പം രത്നത്തിനെ കുറിച്ചാണ് എൻ്റെ ഒരു ഇതാണെങ്കിൽ ആർക്കെങ്കിലും സംശയമെങ്കിൽ അതും ശാസ്ത്രത്തിലുള്ളത് തന്നെയാണ്. നിങ്ങൾ വരാഹമിഹിരൻ്റെ ബൃഹൽ സംഹിത എടുത്ത് വായിച്ചാൽ അതിൽ ഇന്നേ ഗ്രഹങ്ങളുടെ പിഴവിന് ഇന്നേ രത്നങ്ങൾ ധരിക്കണമെന്നും അതിൽ വ്യക്തമായിട്ട്, അത് മാർക്കറ്റിൽ കിട്ടാനുള്ള പുസ്തകമാണ് ബൃഹൽ സംഹിത. ആധികാരികമായ ഗ്രന്ഥമാണ്. വരാഹമിഹിരനെയാണ് കേരളത്തിലെ ജ്യോതിഷികൾ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം എഴുതിയ ഹോരാശാസ്ത്രം, അതിന് പലരും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ദശാധ്യായി എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഏറ്റവും അതിൽ പ്രാധാന്യമർഹിക്കുന്നത്. മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വത്മാ പുനർജന്മന ആത്മേത്യാത്മപിതാം കൃതുശ്ചേതാം വർത്താമര ജ്യോതിഷാം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ധ്യാനസ്തോത്രം അതൊക്കെ പഠിച്ച് അങ്ങനെ എന്താണ് ആചാര്യൻ തന്നെ പറയുന്നുണ്ട്. ഈ ഹോര എന്ന് പറയുന്നത് വലിയൊരു പുഴയാണ്. അത് കടക്കാൻ ഞാനിതാ ഒരു ചെറിയ തോണി നിങ്ങൾക്ക് തരുന്നു. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമുദ്രം തരണം ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പഠിതാക്കളെ. അപ്പോൾ തീർച്ചയായിട്ടും ജ്യോതിഷം പഠിക്കുന്നവൻ അതിലുള്ള ഈ ശ്ലോകങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കണം. ആ ഹൃദിസ്ഥമാക്കി മാത്രം പോരാ, അതിൻ്റെ അർത്ഥവും. എങ്കിൽ മാത്രമേ അവന് ഓരോ കാര്യങ്ങളും ജാതകത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് ആ ശ്ലോകം ഓർമ്മ വരികയും അതിൻ്റെ അർത്ഥം ഇന്നേത് എന്നുള്ള വരികയും അത് മനസ്സിലേക്ക് ഉദിച്ചു പൊങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ ഉദിച്ചു പൊങ്ങുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഫലങ്ങൾ പറയാൻ സാധിക്കുന്നത്. അപ്പോൾ രാജയോഗം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? യോഗങ്ങളാണല്ലോ പ്രധാനം. അപ്പോൾ യോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് നോക്കി ഉടനെ തന്നെ ആ ശ്ലോകങ്ങളൊക്കെ മനസ്സിൽ വന്ന് അതൊക്കെ എല്ലാ സമയവും നമ്മൾ അതൊക്കെ വലിയ സദസ്സിൽ ആളാകാൻ വേണ്ടി ചൊല്ലേണ്ട ഘട്ടങ്ങളുണ്ടാവാം. ഇല്ലാതെ പിന്നെ മറ്റേവർ ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി വന്നവരുടെ മുമ്പിൽ അങ്ങനെ ചിലപ്പോൾ ചൊല്ലി അമർത്തേണ്ടി വരികയൊക്കെ ചെയ്യും. അല്ലാത്ത സമയത്തൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് നമ്മളുടെ മനസ്സിലുണ്ടായാൽ മതി. പക്ഷേ ഇതിനെ ആ രൂപത്തിൽ ഒന്നും പഠിക്കാതെ ഇപ്പം ഈ പുതിയ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ജ്യോതിഷമൊക്കെ പഠിച്ചിട്ട് പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അതിനേക്കാളും ഭീകരമായിട്ട് ജനങ്ങളെ ശരിക്കും ഭയപ്പെടുത്തി ജീവിക്കുന്ന കുറേ ആളുകൾ അത് വേറെ കിടക്കുന്നു. അങ്ങനെയൊക്കെ ജ്യോതിഷം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ജ്യോതിഷിയെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വാസികൾ വളരെയേറെ കരുതൽ എടുക്കേണ്ട സമയമാണിത്. കാരണം അത്രമാത്രം കള്ളനാണയങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായ പഠനം പോലും ചെയ്യാതെ ആധികാരികമായിട്ട് ഉള്ള ഒരു ഗ്രന്ഥങ്ങളും പഠിക്കാതെ ഓരോരോ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്, പ്രശ്നമാർഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതും ഹോരാശാസ്ത്രത്തിൽ ലഭിക്കുന്നതും രണ്ടും അതിൻ്റെ സത്യമൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും അതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ പഠിക്കുകയോ ചെയ്യാതെ ഇതൊരു പണമുണ്ടാക്കാനുള്ള ഒരു റൂട്ടായി കണ്ടുകൊണ്ട് അതെല്ലാം മേഖലയിലും ആയിപ്പോയല്ലോ. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതിക്ക് പതഞ്ജലിയോട് പറയേണ്ടി വന്നത്, നിങ്ങളെ തട്ടിപ്പൊന്നും അധികം ഇവിടെ നടക്കില്ല, ഇങ്ങനെ നീ ആൾ ശരിയില്ല എന്ന് തന്നെ പറഞ്ഞല്ലോ. അയാൾ മരുന്ന് മേടിച്ച് കുടിച്ചവരൊക്കെ എന്താ അവസ്ഥ? സുപ്രീം കോടതിയൊക്കെ വെറുതെ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ അയാളെ ആ നമ്പറാണെന്ന് മനസ്സിലായി. ഈ നമ്പറൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ വേറൊരു മഹാ ആചാര്യനുണ്ട്, അയാൾ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് തലയെക്കെട്ട് കെട്ടിയിട്ടാണ് പോയത്. ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ തലക്കെട്ടഴിക്കണമെന്ന് പോലും അറിയാത്ത മഹാഗുരുവാണേ. ഒരു ക്ഷേത്ര ദർശന സമയത്ത് തലയിൽ ഒരു തൊപ്പിയോ അതുപോലെയുള്ള കെട്ടോ ഒന്നും പാടില്ല. ഇയാൾ മഹാ ആചാര്യനല്ലേ, തലയിലൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ടി ഭഗവാന്റെ മുമ്പിൽ അങ്ങോട്ട് പോയി. 4-ാം ദിവസം അടിച്ചു പോയി തല, പണി കൊടുത്തു. ഈ വലിയ ആചാര്യനായിട്ടൊക്കെ കളിച്ചിട്ട് അതുപോലും അറിയില്ല. ഭഗവാൻ ഈ ആചാര്യനൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഭഗവാൻ നോക്കുമ്പോൾ ഒരുത്തൻ ആരാടാ ഇവൻ എൻ്റെ മുമ്പിൽ തലയെ കെട്ടി വന്നിരിക്കുന്നത് പറഞ്ഞ ഒരുപാടുണ്ട്. അത് ഏതായാലും ഇത്തരം കള്ള ഗുരുക്കന്മാരൊക്കെ ആയിപ്പോയി. ഭയങ്കര ഞാനാണ് വലിയ ഗുരു എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ സംഭവം പണി കിട്ടുമ്പോഴേ തിരിയുള്ളൂ. ഞാനൊക്കെ പിന്നെ എല്ലാം വാച്ച് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പണി കിട്ടിയതെന്നൊക്കെ മനസ്സിലായി. അപ്പം ഇതുപോലെ ഈ കള്ളനാണയങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ കള്ളനാണയങ്ങളൊക്കെ ജയിലിലാണ്. ഒരുത്തൻ ബാംഗ്ലൂരിലുള്ള ഒരു കള്ളൻ അവസാനം പോയിട്ട് രാജ്യം തന്നെ ഉണ്ടാക്കിയെന്നാണ് കേട്ടത്. അയ്യോ, അവൻ്റെ കഥ
പറയണ്ട. അവനിപ്പോൾ ഞാൻ തന്നെ ആ ശിവൻ എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു രാജ്യത്തിലുണ്ടാക്കി സ്വന്തമായിട്ട് നാണയവും ഒക്കെ ആക്കിയിട്ട് കമ്മട്ടൊക്കെ ആക്കി അങ്ങനെ വിലസുവാന്നാ കേട്ടത്. എന്താ നമ്മളെ ഒന്നും പറയാനാവില്ല. ഒന്നും എന്താ പറയുക, ഇവരൊക്കെ ഭക്തി ഒരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കുകയാണ്. ഭക്തിയുടെ തലങ്ങൾ പക്ഷെ ശരിയായ മാർഗത്തിലല്ലാതെ ഭക്തിയിൽ പോയിട്ട് പോകുന്നയാൾക്കും നാശം വരും, അയാളെ ഫോളോ ചെയ്യുന്നവർക്കും ഗുണകരമല്ല. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാ കഥകളും പറയാൻ പറ്റില്ല. കാരണം സത്യം ബ്രൂയാൽ പ്രിയം ബ്രൂയാൽ ന ബ്രൂയാൽ സത്യം അപ്രിയം എന്നല്ലേ. അത് ഞാൻ ശ്രദ്ധിക്കണമല്ലോ. എനിക്കിപ്പോൾ തന്നെ ആവശ്യത്തിന് ശത്രുക്കളുണ്ട്, പിന്നെയും ശത്രുക്കളെ എണ്ണം വർദ്ധിപ്പിക്കണ്ടല്ലോ. ഈ കള്ളനാണയങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാം ദൈവത്തിൻ്റെ പേരിലാണ്. അത് തന്നെയാണ് ജ്യോതിഷത്തിലും സംഭവിക്കുന്നത്. ജ്യോതിഷത്തിൽ ഇപ്പം നല്ല എന്താണ് പറയുക, നല്ല മാർക്കറ്റാണല്ലോ. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ വെച്ചിട്ട് ഓരോന്നൊക്കെ ഇല്ലാത്തത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, എന്നിട്ട് അങ്ങനെ അതിൽ എന്തൊക്കെയോ കയറ്റി വിടുക, അത് വായിക്കുന്നതിന് വട്ടാവുക, ഇതൊക്കെയാണ് ഇപ്പം നമ്മളെ നടക്കുന്നത്. ഏതായാലും 11-ാം അധ്യായത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത്. ആമുഖം പറഞ്ഞ് സമയം പോയി. അടുത്ത ആഴ്ച മുതൽ 11-ാം അധ്യായത്തിലെ മന്ത്രങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ അർത്ഥമറിഞ്ഞുകൊണ്ട് സ്തോത്രം ജപിക്കണമെന്നാണ്. അർത്ഥമറിയാതെ സ്തോത്രം ജപിക്കുന്നവന് ഉത്തരം താങ്ങുന്ന തൂണിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്നുള്ള ശങ്കരാചാര്യരുടെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഒരു വരി ചൊല്ലുമ്പോൾ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളെ മനസ്സിലേക്ക് വരണം. എങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ യാന്ത്രികമായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് സ്തോത്രത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഫലം 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ. അർത്ഥമറിയാതെ ചൊല്ലിക്കൂടാ എന്നില്ല, പക്ഷേ അർത്ഥമറിഞ്ഞുകൊണ്ട് ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലത്തിന് മാറ്റമുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് 11-ാം അധ്യായത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ വിചാരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ അത് തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുക. ഭക്തജനങ്ങളോട് മാത്രമാണ്, ദേവീഭക്തരോട് മാത്രമാണ്. എന്നെ ഫോളോ ചെയ്യുന്നതിൽ മഹാഭൂരിപക്ഷവും ദേവീഭക്തന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ വെറും കേൾക്കുന്നത് പുണ്യം തന്നെയല്ലേ. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാലോ, ഒന്നുമില്ലെങ്കിൽ. ഇനി വേറൊരാളോട് വിമർശനം നടത്തണമെങ്കിലും അറിവുണ്ടാവണമല്ലോ. ശീതസ്പർശേത് ജലഹ എന്നല്ലേ, തണുത്ത് എന്തോ വെള്ളം, അപ്പോൾ ചൂടുവെള്ളം വെള്ളമല്ലേ. ഇങ്ങനെ തർക്കിക്കാനും വിവരം വേണ്ടേ. ഏതായാലും നമുക്ക് ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ ജ്യോതിഷ സംബന്ധമായ ഫലങ്ങൾ അറിയേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. 9388504419. ഇതേ നമ്പർ തന്നെയാണ്. പിന്നെ ഓൺലൈനിൽ ഫലമറിയേണ്ടവരും ഇതേ നമ്പറിൽ തന്നെയാണ് ബന്ധപ്പെടേണ്ടത്. ദക്ഷിണ ഗൂഗിൾ പേ വഴി അയച്ച് വാട്സാപ്പ് വഴി ഡേറ്റും ടൈമും അയച്ചാൽ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതാണ്. എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.